ഇതിനിടയ്ക്ക് ബ്ലീഡിങ് ആയിട്ട് എല്ലാ ദിവസവും കൊച്ചിനെ തൊട്ട് നോക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് നിൽക്കുക, NICUവിൻ്റെ പുറത്ത്. ക്യാരിങ് ആയി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് എനിക്ക് 3 months മുതൽ ബെഡ് റെസ്റ്റ്, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. പക്ഷേ അതിലും ട്വിസ്റ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് സ്റ്റിച്ച് ഇടുക എന്ന് പറയാം. അതിന് സെർവിക്കൽ ലെങ്ത് കുറവായിട്ട് നമ്മൾ അത് സ്റ്റിച്ചിട്ടു. ബെഡ് റെസ്റ്റ് വേണം. പിറ്റേന്ന് എനിക്ക് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യണം. ഓപ്പറേഷൻ തിയേറ്ററിൽ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഓർക്കുന്നു, വിമലിനോട് ഞാൻ പറഞ്ഞു ഒരു ബുക്കുണ്ട്, മാനിഫെസ്റ്റേഷൻ്റെ ഒരു ബുക്ക്. അപ്പം ഞാൻ വിമലോട്, വിമല എനിക്ക് ആ ബുക്കൊന്ന് എടുത്തു, എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഒന്ന് കൊണ്ടുവന്നെങ്കിൽ എനിക്ക് പിറ്റേന്ന് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. പിറ്റേന്ന് ഞാൻ ബെഡിലിരിക്കുവാണ്. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ ഹോസ്പിറ്റലാണ്, പക്ഷെ ഞാൻ ഈ ബാച്ച് എടുക്കും. പിന്നെ അങ്ങോട്ടുള്ള സമയം മൊത്തം നമ്മൾ ബെഡിൽ കിടന്നാണ് ക്ലാസ് എടുക്കുന്നത്. കുറച്ച് ഞാൻ ബെഡ് സൈഡിൽ കിടക്കും, ലാപ്ടോപ്പ് തിരിച്ചു വെക്കും. ഇതിനിടയ്ക്ക് ബ്ലീഡിങ് ആയിട്ട് 2-3 ബ്ലീഡിങ്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇവൾ എന്നെ പൊക്കി പിടിച്ചുകൊണ്ട് വണ്ടിയിൽ ഓടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര, അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ചലഞ്ച്. ഞങ്ങളുടെ കുഞ്ഞു കൊച്ച് നേരത്തെ 34 വീക്കിൽ അവൻ ഉണ്ടാവുന്നത്. കൊച്ചിനെ NICUയിൽ മാറ്റുന്നു, അവൻ NEC ആണെന്ന് പറയുന്നു. ഒരു സൈഡിൽ കൂടെ വിഷൻ ബോർഡിൽ ആളുകൾക്ക് ജോലി കിട്ടുന്നു, എല്ലാ ദിവസവും സക്സസ് സ്റ്റോറീസ്. ഒരു സൈഡിൽ ഞാനും വിമലും നമ്മുടെ കൊച്ചിന് വേണ്ടി പുറത്ത് നിൽക്കുവാണ്. എല്ലാ ദിവസവും കൊച്ചിനെ തൊട്ട് നോക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് നിൽക്കുക, NICUവിൻ്റെ പുറത്ത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു സ്റ്റേജ് ആയിരുന്നു അത്.